ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജാസ്മിൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു അടിപൊളി റോഡ് ട്രിപ്പാണ്. നമ്മൾ ഇന്ന് പോകുന്നത് വാൾപ്പാറയ്ക്കാണ്. നമ്മൾ രാവിലെ 5 മണിക്ക് എറണാകുളത്ത് നിന്ന് ഇറങ്ങിയതാണ്. കാരണം ആതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ, വാൾപ്പാറ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രാവിലെ വാഴച്ചാലിൽ ചെക്ക് പോസ്റ്റ് ഒരു 6 മണി 6:30 കൂടി ഓപ്പൺ ചെയ്യും. അപ്പോൾ രാവിലെ അവിടെ നിന്ന് വരുവാണെങ്കിൽ നമുക്ക് മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്രയുടെ കാഴ്ചകൾ കാണാം. കേരളത്തിൽ നിന്ന് പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പ്രധാനമായും 3 വഴിയിലൂടെ നമുക്ക് വാൾപ്പാറയിൽ എത്തിച്ചേരാൻ പറ്റും. ആദ്യത്തെ വഴി പാലക്കാട്, പൊള്ളാച്ചി, ആളിയാർ വഴി വാൾപ്പാറ. പിന്നെയുള്ളത് മൂന്നാർ, മറയൂർ, ചിന്നാർ, ആനമല വഴി വാൾപ്പാറ. പിന്നെയുള്ളത് നമ്മൾ പോകുന്ന വഴിയാണ് ചാലക്കുടി, ആതിരപ്പള്ളി, മലക്കപ്പാറ, വാൾപ്പാറ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നതും ഏറ്റവും ഭംഗിയുള്ളതുമായിട്ടുള്ള റൂട്ടെന്ന് പറയുന്നത് നമ്മൾ പോകുന്ന ചാലക്കുടി, മലക്കപ്പാറ വഴി വാൾപ്പാറയാണ്. ചാലക്കുടിയിൽ നിന്നും നേരെ നമ്മൾ ആതിരപ്പള്ളി കഴിഞ്ഞിട്ട് അടുത്ത വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ അകത്തേക്ക് കടക്കാനായിട്ട്. ഇപ്പം നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും ഡ്രൈവറിൻ്റെ പേര്, എത്ര പാസഞ്ചേഴ്സ് ഉണ്ട്, ഏത് വണ്ടിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, നമ്മുടെ മൊബൈൽ നമ്പർ, ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. ഇവിടുന്ന് നമുക്കൊരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എഴുതിയിട്ടുണ്ടാവും. ഈ സ്ലിപ്പ് നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ ചെല്ലുമ്പം ഇത് അവിടെ ഏൽപ്പിക്കുകയും വേണം. ആ സ്ലിപ്പിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ഈ കാട്ടിലൂടെ പോകുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണുള്ളത്, അതെല്ലാം എഴുതിയിട്ടുണ്ടാവും. പ്രധാനമായിട്ടുള്ളത് 30 കിലോമീറ്റർ സ്പീഡിലാണ് നമുക്ക് മാക്സിമം ഈ കാട്ടിലൂടെ പോകാൻ പറ്റുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ഈ 2 സൈഡിലും ഈറ്റക്കാടുകൾ കുറേയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ മൃഗങ്ങൾ റോഡിലേക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവയെ ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും, പിന്നെ മഴ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് മരങ്ങളൊക്കെ റോഡിൽ വീണിട്ട് ചില്ലകളൊക്കെ റോഡിലോട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ പെട്ടെന്ന് കൊണ്ട് നമുക്ക് ഒരു അപകടം വരാതിരിക്കാനും വേണ്ടിയൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല 2.5 മണിക്കൂർ ടൈം കൊണ്ട് നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലെത്തണം. അതിൻ്റെ പിന്നിലെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ കാട്ടിൽ ഇറങ്ങി കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. നമ്മളിരിക്കുന്ന വണ്ടിയിൽ നിന്ന് കാട്ടിലേക്ക് ഇറങ്ങരുത് തന്നെയാണ് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് നമുക്ക് മൃഗങ്ങളിൽ നിന്നും ഉണ്ടായാൽ നമുക്ക് പെട്ടെന്ന് വണ്ടി എടുത്ത് പോകാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ 2.5 മണിക്കൂർ സമയം അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെയുള്ളത് മദ്യം, പ്ലാസ്റ്റിക്, ലൈറ്റേഴ്സ് അങ്ങനെയുള്ള ഒരു സാധനങ്ങളും കടത്തിവിടത്തില്ല. പിന്നെയുള്ളത് സൗണ്ട് ഉണ്ടാക്കുന്ന വണ്ടികൾ, ഫിൽറ്റേഴ്സൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ബൈക്കുകളൊന്നും കടത്തിവിടത്തില്ല. അതായത് വലിയ സൗണ്ട് കേൾക്കുന്ന ഒരു വണ്ടികളും കടത്തിവിടത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു വേണം നമ്മൾ ഈ കാട്ടിലൂടെ പോകാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ഒരു മരം റോഡിന് കുറുകെ വീണ് കിടക്കുകയാണ്. ഒരു വലിയ മരം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു മീഡിയം സൈസ് മരമാണ്. നമ്മൾ വന്നപ്പോഴേക്ക് ഇത് KSRTC ബസ്സിലുള്ള ഡ്രൈവറും കണ്ടക്ടറും പിന്നെ അതിൽ വന്ന യാത്രക്കാരും പിന്നെ നമ്മളെപ്പോലെ ഈ റോഡിലൂടെ കടന്നു പോകുന്ന യാത്രക്കാരും എല്ലാം കൂടെ ചേർന്ന് മുറിച്ച് മാറ്റുകയാണ്. സാധാരണ ഇതുപോലുള്ള മരങ്ങൾ, അതായത് ഒരു മുറിച്ച് മാറ്റാൻ പാകത്തിനുള്ള മരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ KSRTCയിലെ ഡ്രൈവറും കണ്ടക്ടറും കൂടെയൊക്കെ തന്നെ അത് മുറിച്ച് മാറ്റും. കാരണം ഫോറസ്റ്റ് ഡിവിഷനിൽ വിളിച്ച് ആൾ വരുന്നത് വരെ ഇവർക്ക് ഈ ട്രിപ്പ് മുടക്കാനും അല്ലെങ്കിൽ അത്രയും ഡിലേ ആവും. കാരണം ഏത് സമയം പോയാലും ഇങ്ങനെ മരം വീഴുന്നതാണ്. മഴക്കാലത്താണെങ്കിൽ എപ്പോഴും മരം വീഴും, അല്ലെന്നുണ്ടെങ്കിലും 1-2 മരങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ വീണിട്ടുണ്ടാവും. അപ്പോൾ അത് ആ KSRTC ബസ്സുകാരും ഈ ഇതിലേക്കൂടെ പോകുന്ന ആൾക്കാരും കൂടെ ചേർന്നത് മുറിച്ചു മാറ്റും. അങ്ങനെ നമ്മൾ വന്നപ്പോഴും ഇതുപോലെ ഒരു മരം മുറിച്ചു മാറ്റുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്.
ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറ വരെ ഏകദേശം 80 കിലോമീറ്ററും വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്നും മലക്കപ്പാറ വരെ ഏകദേശം 50 കിലോമീറ്ററുമാണ് ദൂരമുള്ളത്. ഈ 50 കിലോമീറ്റർ കംപ്ലീറ്റ് ആയിട്ട് കാടാണ്. കാടെന്ന് പറഞ്ഞാൽ കൊടും കാട്. ശരിക്കും നമ്മൾ ഇതിലേക്കൂടെ പോകുമ്പോൾ നമുക്ക് എന്താണ് കാണാനുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ ചുറ്റിലും കാണുന്ന കാഴ്ചകൾ ശരിക്കും അതിമനോഹരമാണ്. കാരണം നമ്മൾ കാടിലൂടെ കാടിനെ അറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. നമ്മൾ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ കാടിനെ മാത്രം കാതോർത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. സിംഹവാലൻ കുരങ്ങ്, മലമുഴക്കി വേഴാമ്പൽ, ആനകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ രാവിലെ തന്നെ കയറിയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മൃഗങ്ങളെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടും കൂടെയാണ്. കാരണം രാവിലെ ഒരു 10 മണിയൊക്കെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് വെയിൽ വരും, പിന്നെ ഒരുപാട് വണ്ടികളൊക്കെ ആകുമ്പോൾ സൗണ്ടൊക്കെ കൊണ്ട് അവർ റോട്ടിലേക്ക് വരില്ല. അതുകൊണ്ടാണ് രാവിലെ ചെക്ക് പോസ്റ്റ് തുറന്നപ്പോൾ തന്നെ നമ്മളൊരു 6:30 കൂടി നമ്മൾ കാട്ടിലേക്ക് കയറി മൃഗങ്ങളെ കാണാൻ വേണ്ടി തന്നെയാണ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ റൂട്ടുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു റൂട്ട് ഇത് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഒരുപാട് ബൈക്ക് റൈഡേഴ്സാണ് ഇതിലേക്കൂടെ പോകുന്നത്. അവരുടെ ഒരു ഇഷ്ടപ്പെട്ട സ്ഥലം കൂടിയാണ് ഈ ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ റൂട്ടെന്ന് പറയുന്നത്. രാവിലെ മുതൽ ഒരുപാട് ബൈക്കുകൾ പോകുന്നുണ്ട്. എന്തായാലും നമ്മൾ രാവിലെ വന്ന ഒരു സമയവും നമ്മുടെ ആഗ്രഹവും എല്ലാം കൊണ്ട് നമുക്ക് ഒരുപാട് ആനകളെയും കാണാൻ പറ്റി.